ഗുഡ് മോർണിംഗ് ടീം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്വാമി വിവേകാനന്ദ ശുഭാർത്തി യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻസ് എൻട്രി ചെയ്ത് പേയ്മെന്റ് അടച്ചതിന് ശേഷം വാലറ്റിൽ എമൗണ്ട് എങ്ങനെ ആഡ് ചെയ്യാൻ എന്നുള്ളതാണ്. ഇനി മുതൽ സ്വാമി വിവേകാനന്ദയിൽ നിങ്ങൾ ചെയ്യുന്ന എല്ലാ അഡ്മിഷൻസിനും ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടതാണ്. നോർമലി നമ്മൾ പോർട്ടൽ ത്രൂ നിങ്ങൾ കുട്ടികളുടെ ഡീറ്റെയിൽസ് എൻട്രി ചെയ്ത് പേയ്മെന്റ് അടയ്ക്കുക. അതിനുശേഷമാണ് ഈ ഒരു സ്റ്റെപ്പ് ചെയ്യേണ്ടത്. നമ്മൾ IITSന്റെ സോഫ്റ്റ്വെയർ ലോഗിൻ ചെയ്യുക. അതിനുശേഷം മുകളിലായിട്ട് ചേഞ്ച് യൂണിവേഴ്സിറ്റി എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. അതിൽ SVSU ODL എന്നുള്ള ആ ഒരു ഓപ്ഷൻ ചേഞ്ച് ചെയ്ത് കൊടുക്കുക. ചേഞ്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും നമുക്ക് വിസിബിൾ ആയിട്ടുണ്ടാവുക. അവിടെ നമുക്കൊരു പ്ലസ് ബട്ടൺ കാണാം. സോ ഫസ്റ്റിൽ വിസിബിൾ ആയിട്ടുള്ള ആ ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ തൊട്ടു താഴെയായിട്ട് മറ്റൊരു പ്ലസ് ബട്ടൺ കൂടെ നമുക്ക് വിസിബിൾ ആയിരിക്കും. ഇപ്പൊ വന്നിട്ടുള്ള ആ ഒരു ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സോ ആ ഒരു ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുതിയൊരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും ഓപ്പൺ ആയിട്ട് വരിക. സോ ഇവിടെ നമുക്ക് പേയ്മെന്റ് മോഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. അത് ഓഫ്ലൈൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അതിന് തൊട്ട് താഴെയായിട്ട് നമുക്ക് പേയ്മെന്റ് ടൈപ്പ് എന്നുണ്ടാവും. സോ അത് നിങ്ങൾ UPI പേയ്മെന്റ് ആണോ, ബാങ്ക് ട്രാൻസ്ഫർ ആണോ, ഏത് ത്രൂ ആണോ നിങ്ങൾ പേയ്മെന്റ് ചെയ്തിട്ടുള്ളത് അതവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ദെൻ ബാങ്ക് നെയിം കൊടുക്കുക. ഏത് ബാങ്ക് ത്രൂ ആണ് പേയ്മെന്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതിന്റെ ബാങ്ക് നെയിം കൊടുക്കുക. അടുത്തത് വരുന്നത് ട്രാൻസാക്ഷൻ ID ആണ്. നിങ്ങൾ പേയ്മെന്റ് ചെയ്ത ആ ഒരു സ്ലിപ്പിലുള്ള ഒരു ID ഉണ്ടാവും. ആ ഒരു ID അവിടെ എൻട്രി ചെയ്ത് കൊടുക്കുക. അതിനുശേഷം എത്ര എമൗണ്ട് ആണ് പേ ചെയ്തുള്ളത്. ചിലപ്പം ഒരു സ്റ്റുഡൻറ്റിന്റെ പേയ്മെന്റ് ആയിരിക്കും, അതല്ല ചില സമയത്ത് ഒരു 10 സ്റ്റുഡൻസിന്റെ ഒക്കെ ഒരുമിച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ എത്ര പേയ്മെന്റ് ആണോ നിങ്ങൾ അടച്ചിട്ടുള്ളത്, ആ ഒരു സ്ലിപ്പിൽ എത്ര എമൗണ്ട് ആണോ അടച്ചിട്ടുള്ളത് ആ ഒരു എമൗണ്ട് ഇവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഡേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഡേറ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് വരുന്നത് ഫയൽ ചൂസ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഇവിടെ നിങ്ങൾ പേയ്മെന്റ് ചെയ്ത ആ ഒരു റെസിപ്റ്റിന്റെ ഇമേജ് ആണ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അത് സ്ക്രീൻഷോട്ടോ എന്ത് ഇമേജ് ആണോ കയ്യിലുള്ളത് ആ ഒരു ഇമേജ് അവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഇതാണ് നമുക്ക് ഫസ്റ്റ് ഒരു സ്റ്റേജ് വരുന്നത്. എമൗണ്ട് വാലറ്റിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു സ്ക്രീൻഷോട്ടിലുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ഈ ഒരു പേജിൽ ന്യൂ വിൻഡോയിൽ എൻ്റർ ചെയ്ത് കൊടുക്കുക. സോ ഇതെല്ലാം കറക്റ്റ് അല്ലേ ഒന്നുകൂടെ റീചെക്ക് ചെയ്യുക. അവിടെ ഓഫ്ലൈൻ തന്നെ മതി പേയ്മെന്റ് മോഡ് എന്നുള്ളത്, ഓഫ്ലൈൻ തന്നെ മതി. ബാക്കി എല്ലാ ഡീറ്റെയിൽസും ഓക്കെ അല്ലേ നോക്കിയതിന് ശേഷം ഈ ഒരു വിൻഡോന്റെ തൊട്ട് താഴെയായിട്ട് നമുക്ക് സേവ് ഓപ്ഷൻ ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വാലറ്റ് എമൗണ്ട് ആഡഡ് സക്സസ്ഫുള്ളി എന്നൊരു മെസ്സേജ് നിങ്ങൾക്ക് വരും. തൊട്ട് താഴെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ആഡ് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ വിസിബിൾ ആയിരിക്കും. സോ ഇവിടെ ഇപ്പം സ്റ്റാറ്റസ് പെൻഡിങ് എന്നായിരിക്കും ഉണ്ടാവുക. നിങ്ങൾ ഇത്രയും സ്റ്റെപ്പ്, അതായത് സ്ലിപ്പ് ആഡ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഒന്ന് ഇൻഫോം ചെയ്യുക. ഇൻഫോം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് ആക്സെപ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇപ്പം കറൻ്റ്ലി നിങ്ങൾ വാലറ്റ് എമൗണ്ട് നിങ്ങൾക്ക് 0 ആയിട്ടായിരിക്കും കാണുന്നുണ്ടാവാം. സോ നമ്മൾ ഇവിടുന്ന് സ്ലിപ്പ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്റ്റാറ്റസ് പെൻഡിങ് എന്നുള്ളത് മാറിയിട്ട് ആഡഡ് എന്നുള്ളൊരു ഓപ്ഷൻ ആയിട്ട് വരും. സോ ഒന്ന് ജസ്റ്റ് റിഫ്രഷ് ചെയ്തതിന് ശേഷം റീചെക്ക് ചെയ്താൽ മതി. പെൻഡിങ് എന്നുള്ള ഓപ്ഷൻ മാറിയിട്ട് അവിടെ ആഡഡ് എന്നുള്ളൊരു ഓപ്ഷൻ വരും. ഇവിടെ ചെക്ക് ചെയ്താൽ കാണാം നേരത്തെ നമുക്ക് 0 എമൗണ്ട് കാണിച്ച വാലറ്റിൽ നിങ്ങൾ ആഡ് ഓൺ ചെയ്ത എമൗണ്ട് എത്രയാണോ ആ ഒരു എമൗണ്ട് നിങ്ങൾക്ക് ഇവിടെ വിസിബിൾ ആയിരിക്കും. ശേഷം ഇവിടെ ലെഡ്ജർ എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. അതിൽ പോവുക, നമ്മളെ സെഷൻ ഏതാന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. താഴെയായിട്ട് നിങ്ങളെ സ്റ്റുഡൻസിന്റെ ഡീറ്റെയിൽസ് ഉണ്ടോ, അപ്പോൾ ഏതൊക്കെ കുട്ടികളുടെ പേയ്മെന്റ് ആണോ ചെയ്തതെന്ന് നോക്കിയിട്ട് ആ ഒരു ബോക്സിൽ ടിക്ക് മാർക്ക് കൊടുക്കുക. പേ വാലറ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ഇവിടെ നിങ്ങൾ എത്ര എമൗണ്ട് ആണോ വാലറ്റിൽ ഇട്ടത് ആ എമൗണ്ട് വിസിബിൾ ആയിരിക്കും. ദെൻ പേ എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ പേയ്മെന്റ് ആഡഡ് സക്സസ്ഫുള്ളി എന്നൊരു മെസ്സേജ് വരും. സോ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ അഡ്മിഷൻ കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ കേസ് നമുക്ക് എന്തെങ്കിലും ഡോക്യുമെന്റ്സിൽ ഇഷ്യൂ കാര്യങ്ങളോ ഉണ്ടോ എന്ന് അറിയണമെങ്കിൽ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്ത് നോക്കുക. ആ കുട്ടിയുടെ അഡ്മിഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ എന്നുള്ളിടത്ത് എന്തെങ്കിലും പെൻഡൻസി ഉണ്ടെങ്കിൽ അവിടെ ഒരു പെൻഡൻസി എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. അപ്പം ഏത് ഡോക്യുമെന്റ് ആണോ നമ്മളോട് ചോദിച്ചത് ആ ഡോക്യുമെന്റ് ഡയറക്റ്റ് നിങ്ങൾക്ക് തന്നെ സോഫ്റ്റ്വെയറിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഒരു അഡ്മിഷൻ ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടതാണ്. സോ ഇഷ്യൂസ് ഒന്നും ഇല്ല എന്നാണെങ്കിൽ നമുക്ക് അവിടെ കംപ്ലീറ്റഡ് എന്നുള്ള ഓപ്ഷൻ കാണിക്കും. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യുക. നിങ്ങൾക്ക് തന്നെ സോഫ്റ്റ്വെയർ ത്രൂ എല്ലാ ഡീറ്റെയിൽസും ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഇപ്പം നമുക്ക് അവൈലബിൾ ആണ്.